ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഇയറിങ്സിന് വേണ്ടത് 3mm വൈറ്റ് ബീഡ്, പിങ്ക് ബീഡ്, ഗോൾഡൻ കളർ ബീഡ്സ്, ഗ്ലൂ വേണം, ജംറിങ്ങും ഒരു ഇയർ ഹാങ്ങറും, പിന്നെ ഫിഷിംഗ് വയറാണ് യൂസ് ചെയ്യുന്നത് 0.2mm. നീഡിൽ ആസ് യൂഷ്വൽ നമുക്ക് അതിൻ്റെ ടൂൾസ് വേണം. ഇത് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ബീഡ്സിൻ്റെ കളർ ഓപ്ഷണലാണ്. നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്യാം. ഫസ്റ്റ് ഇതുപോലെ 1-2-1-2 ആ ഒരു മെത്തേഡിൽ 5 ഗോൾഡൻ ബീഡും 5 പിങ്ക് ബീഡും പൊരുത്തതിന് ശേഷം നന്നായിട്ട് കെട്ടി യോജിപ്പിക്കുക. അഴിഞ്ഞു പോകാണ്ടിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഫിഷിംഗ് വയറൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അഴിഞ്ഞു പോകും. നോർമലി നമ്മൾ കെട്ടുന്ന രീതിയിൽ കെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അഴിഞ്ഞു പോകുന്നതാണ്. ഈ ബ്രേസ്ലെറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇടുന്ന നോട്ടുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. നമ്മൾ നീഡിൽ പുറത്തേക്ക് എടുക്കുന്നത് ഏതെങ്കിലും ഒരു ഗോൾഡൻ ബീഡിന് അകത്തൂടെ ആയിരിക്കണം. എന്നിട്ട് നമ്മളൊരു 3 വൈറ്റ് ബീഡ് എടുത്തിട്ട്, അതായത് ഫസ്റ്റ് A-B-C 3 കളർ ബീഡ് എടുത്തതിൽ നമ്മൾ എയും ബിയും യൂസ് ചെയ്തു. ഇനി സി കളർ, ഏത് കളറാണോ എടുക്കുന്നത് ആ കളറിൽ 3 ബീഡ് എടുത്തിട്ട് ഗോൾഡൻ കളർ ബീഡിനകത്തൂടെ പുറത്തേക്ക് എടുക്കുക. ഇതുപോലെ സെൻട്രൽ പിങ്ക് വരുന്ന രീതിയിൽ നമ്മൾ ഓരോ ഗോൾഡൻ ബീഡിനകത്തൂടെ ചെയ്തെടുക്കുമ്പോൾ ടോട്ടൽ നമുക്ക് 5 പെറ്റൽ കിട്ടും. ഇതുപോലെ അറൗണ്ട് ചെയ്തെടുക്കുക. ഇതിൽ ഏറ്റവും ലാസ്റ്റത്തെ പെറ്റൽ ചെയ്യുന്ന സമയത്ത് ഗോൾഡൻ ബീഡിനകത്തൂടെ മാത്രമല്ലാണ്ട് നമ്മൾ ആദ്യം ഇട്ട 3 വൈറ്റ് ബീഡിൻ്റെ ആദ്യത്തെ ബീഡിനകത്തൂടെ കൂടെ ചേർത്തിട്ട് പുറത്തേക്ക് എടുക്കുക. ഇതുപോലെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇനി ആ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഫിനിഷായി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ വൈറ്റ് കളർ ബീഡ് 4 എണ്ണം, ഇതുപോലെ 4 എണ്ണം എടുത്തിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് വൈറ്റ് ബീഡിനകത്തൂടെയാണ് ത്രെഡ് പുറത്തെടുത്തിട്ടുള്ളത്. സെൻട്രൽ ഇത് ഒഴിവാക്കിയിട്ട് നെക്സ്റ്റ് അടുത്ത് വരുന്ന വൈറ്റും ഗോൾഡൻ ബീഡിനും കൂടെ അകത്തൂടെ വേണം ത്രെഡ് പുറത്തെടുക്കാൻ. ഇതുപോലെ കിട്ടും. അപ്പോൾ വീണ്ടും നമ്മൾ നെക്സ്റ്റ് പെറ്റലിനെ ആദ്യത്തെ ബീഡ്സിനകത്തൂടെ പുറത്തെടുക്കുക. എന്നിട്ട് വീണ്ടും 4 ബീഡിട്ട് സെൻട്രൽ ബീഡ് ഒഴിവാക്കിയിട്ട് മൂന്നാമത്തെ വൈറ്റ് ബീഡ്, അതിനടുത്തുള്ള ഗോൾഡൻ ബീഡ് രണ്ടിനും കൂടെ അകത്തൂടെ പുറത്തെടുക്കുക. വീണ്ടും നമ്മൾ അടുത്ത പെറ്റലിൽ ഫസ്റ്റത്തെ വൈറ്റ് ബീഡിനകത്തൂടെ പുറത്തെടുത്തതിന് ശേഷം വേണം 4 ബീഡ് ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് ചെയ്തെടുക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഫിഷിംഗ് വയർ തന്നെ യൂസ് ചെയ്യണം, ത്രെഡ് യൂസ് ചെയ്ത്. ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ സ്റ്റിഫായിട്ട് നിൽക്കില്ല, ഇങ്ങനെ കുഴഞ്ഞ പോലെ ഉണ്ടാവും ഫ്ലവർ. നമ്മൾ വയർ യൂസ് ചെയ്യുന്നത്, ഫിഷിംഗ് വയർ യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം ഇത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് നമ്മൾ ഗോൾഡൻ ബീഡിന് അകത്തൂടെ പുറത്തെടുത്തതിന് ശേഷം ഇതുപോലെ 2 വൈറ്റ് ബീഡിനകത്തൂടെ പുറത്തെടുക്കുക. ഏറ്റവും ആദ്യത്തെ പെറ്റൽസ് ഉണ്ട്. എന്നിട്ട് ഗോൾഡൻ ബീഡ് നമ്മൾ ഫസ്റ്റിൽ യൂസ് ചെയ്ത സെയിം ഗോൾഡൻ ബീഡ് തന്നെ ഒരു 5 എണ്ണം ഇട്ടിട്ട് അടുത്ത പെറ്റലിൻ്റെ ഇതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ലാസ്റ്റത്തെ 2 ബീഡിനകത്തൂടെ പുറത്തെടുക്കുക. നമ്മളൊരു റൗണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്യണം നമുക്ക് ഇയർ ഹാങ്ങർ ഇടാൻ വേണ്ടിയിട്ട്, ഇയർ ഹുക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഫ്ലവേഴ്സ് നിറയെ ചെയ്തിട്ട് നമുക്ക് ബ്രേസ്ലെറ്റ് ചെയ്യാം, നെക്ലേസ് ചെയ്യാം. ഞാനിപ്പോൾ കാണിക്കുന്നത് ഇയറിങ്സ് ആണെന്നേ ഉള്ളൂ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡേസി ഫ്ലവറാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. നമ്മളുടെ അടുത്ത് ഏത് കളർ ബീഡാണോ അവൈലബിൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ ത്രെഡ് 2-3 വട്ടം അകത്തൂടെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്ത് ഗ്ലൂ
ആ എൻഡിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് ഗ്ലൂ വെച്ച് കൊടുക്കുക, അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഡ്രൈ ആയതിന് ശേഷം നമ്മളിതിൽ സെൻട്രലിലെ ബീഡിൽ 5 ബീഡ് ഇട്ടതിൽ 3ാമത്തെ ബീഡിൽ ഇതുപോലെ ജംപ് റിങ്ങും ഇയർ ഹുക്കും കൂടെ ഇട്ട് പ്ലക്കർ യൂസ് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. നമ്മുടെ ഫ്ലവർ ഇയറിങ്സ് റെഡിയാണ്. ഒരെണ്ണം കൂടെ ഇതുപോലെ ചെയ്തെടുക്കുക. നല്ല ഭംഗിയാണ്. ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് സെൻട്രലിൽ യൂസ് ചെയ്യാം. പെറ്റൽ വൈറ്റിൽ ചെയ്യുന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് എഴുതുന്ന ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വേറൊരു ഐറ്റായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.